ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർണൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും അത് അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും കർത്താവിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാണല്ലോ. നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 10 മുതൽ ഉള്ള ചില വാക്യങ്ങളാണ് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 10-ാമത്തെ വാക്യം: ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രക്കയിലേക്കും പിറ്റേന്നാൾ നവുപ്പിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ വിവരണമാണ് നാം ഈ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 18-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാമത്തെ ഈ സുവിശേഷ യാത്രയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ത്യോക്യയിൽ നിന്നാണ് അവർ പുറപ്പെട്ടത്. അന്ത്യോക്യയിലെ സഭ വളരെ അതിന് യോഗ്യമായ സഭയായിരുന്നു എന്നും അതിനുള്ള കാരണങ്ങളും അതിൻ്റെ ചില സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഒക്കെ ഞാനിതിനു മുമ്പ് ഓർപ്പിച്ചതുകൊണ്ട് പിന്നീട് അതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നാം വായിച്ചു കേട്ടത്, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഒരു വ്യക്തി സുവിശേഷം അറിയിക്കുന്നതിന് ഒരു ദൈവിക ദർശനം അവന് ലഭിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അതിന് മേളിൽ ഒരു ദർശനം നമുക്ക് കാണാണ്ട് കഴിയും. അവിടെ വായിക്കുന്നത് 9-ാമത്തെ വാക്യത്തിൽ മക്കെദോന്യയിലെ വിളിയാണ്. ആ മക്കെദോന്യയിലേക്കുള്ള ദർശനം എന്താണ്? കടന്നു വന്ന് ഞങ്ങളെ സഹായിപ്പീൻ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളല്ല, ആത്മീയതയുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് അവിടെയുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയും ഒരു ദർശനം പൗലോസിന് ലഭിക്കുകയാണ്. കടന്നു വന്ന് ഞങ്ങളെ സഹായിപ്പീൻ എന്ന് മക്കെദോന്യ വിളി ഉണ്ടായി. ഇവിടെ ആ വിളി അനുസരിച്ച് പോകാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും പരിശുദ്ധാത്മാവ് തടഞ്ഞു. പിന്നീട് പരിശുദ്ധാത്മാവ് അവരെ അയച്ചു. അവർ പോകുവാനും മക്കെദോന്യയിൽ സുവിശേഷം അറിയിപ്പാനൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ് മുൻപോട്ട് യാത്ര ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവരുടെ സുവിശേഷ യാത്രയിൽ 10-ാമത്തെ വാക്യം പറഞ്ഞപ്പോൾ ഈ ദർശനം കണ്ടു. ആ ദർശനം അവരോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാനായിട്ട് ശ്രമിച്ചു. നോക്കുക, ഇവിടെ ഒരു ദർശനം, സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചുള്ള ദർശനം അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദർശനമില്ലാത്തോടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു എന്നാണ് സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വേർ ദർ ഈസ് നോ വിഷൻ പീപ്പിൾ പെരിഷ് എന്നാണ്. അപ്പോൾ എവിടെയെല്ലാം ദർശനം ഇല്ലാതിരിക്കുന്നുവോ അവിടെ ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തോട് സുവിശേഷം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല, ഏതൊരു വിശ്വാസിക്കുമുണ്ട്. കാരണം അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ കൊരിന്തിൽ ചെന്നപ്പോൾ പൗലോസ് അവരോട് സുവിശേഷം അറിയിച്ചതിന് ശേഷം ഒരു വാണിംഗും കൂടെ അവരോട് പറഞ്ഞു. അതെന്താ അറിയാമോ? അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്തപ്പോൾ അവൻ വസ്ത്രം കുടഞ്ഞും, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. നോക്ക്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികളായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുന്നുണ്ട്, സുവിശേഷം പറയുന്നുണ്ട്.
അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നതിനുള്ളതായ ഒരു വിളി, അതായത് കടന്നു വന്ന് ഞങ്ങളെ സഹായിപ്പീൻ. അപ്പോൾ ഒരു മക്കദോന്യ വിളി അതെയാണ് അവർ സുവിശേഷം ആയിട്ട് അവർ പോകുന്നതിനും അവിടുന്ന് അവർ യൂറോപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ചും നമ്മൾ വായിച്ചു കേട്ടത്. അങ്ങനെ അവർ യൂറോപ്പിലേക്ക് ഉള്ള യാത്രയിൽ ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും. അതാരൊക്കെയാണ്? പൗലോസ്, സീലാസ്, ഈ പുസ്തകത്തിൻ്റെ അതായത് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുത്തുകാരനായിരിക്കുന്ന ലൂക്കോസും ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഫിലിപ്പിയിൽ എത്തി. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യമായി പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. യൂറോപ്പിൽ ആദ്യമായി ക്രിസ്തുവിൻ്റെ സുവിശേഷം അംഗീകരിച്ചത് ഒരു വ്യാപാരിയായ സ്ത്രീയാണ്, ഒരു ധനാഢ്യയായ സ്ത്രീയാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതാരാണ്? അത് നമ്മൾ വായിക്കുന്നത് ലുദിയ, അതിൻ്റെ 14-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 16-ന്റെ വാക്യത്തിൽ തുയത്തൈര പട്ടണക്കാരിത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് ഈ ബിസിനസ് ലേഡി ആയിരിക്കുന്ന ലുദിയയുടെ ഹൃദയത്തെ തുറന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് അതായത് ഈ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ 3 കൂട്ടം ആളുകളാണ് ഈ പൗലൂസിൻ്റെയും സീലാസിൻ്റെയും സുവിശേഷ സന്ദേശം കേട്ട് വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നത്. അതാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ലുദിയയാണ്. മറ്റൊന്ന് നമ്മൾ വായിക്കുന്നത് ഒരു സ്ലേവ് ഗേൾ, ഒരു അടിമ പെൺകുട്ടിയാണ്. ഭൂതം ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയാണ് വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. മറ്റൊന്ന് ഒരു സിറ്റി ജയിലർ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മറ്റ് അനേകർ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, 3 വ്യത്യസ്തമായ ഗ്രൂപ്പുള്ള ആളുകളാണ് വിശ്വാസത്തിലേക്ക് വന്നത്. 3 different people came from the Lord. 3 വ്യത്യസ്തമായ ആളുകളാണ് കർത്താവിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒന്ന് ഒരു ഏഷ്യൻ ആണ്, മറ്റൊന്ന് ഒരു ഗ്രീക്കുകാരനാണ്, 3 ഒരു റോമനാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളിലുള്ള ആളുകളെ പ്രതിനിധീകരിക്കുന്ന 3 കൂട്ടം ആളുകളാണ് ലുദിയായും അതുപോലെ തന്നെ ഈ സ്ലേവ് ഗേൾ ആയിരിക്കുന്ന ഈ അടിമ പെൺകുട്ടിയും അതുപോലെ തന്നെ സിറ്റി ജയിലറും. അവർ 3 കൂട്ടരും എന്ത് ചെയ്തു? ഈ സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. നോക്കുക, സുവിശേഷം വരുത്തുന്ന രൂപാന്തരം എത്രമാത്രം വലിയതാണ്. അതിന് ദേശമെന്നോ ജാതിയെന്നോ ഭാഷയെന്നോ വ്യത്യാസം കൂടാതെ വ്യത്യസ്തമായ ആളുകളെ ഹഠാൽ ആകർഷിച്ച് ഈ സുവിശേഷം കേട്ട് കർത്താവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് അവർക്കിടയായിത്തും. അതിൽ പ്രത്യേകിച്ച് ലുദിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ കർത്താവിനെ സ്വീകരിച്ചത് മാത്രമല്ല, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറായി. അവളും കുടുംബവും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിനും പിന്നീട് അപ്പോസ്തലനായ പൗലോസുമൊക്കെ ഈ ജയിൽവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ലുദിയയുടെ മാനസാന്തരം വളരെ ദൈവത്തിൻ്റെ ഹിതത്താൽ ഉണ്ടായ ഒരു മാനസാന്തരമാണ്. ഈ മക്കദോന്യ വിളി കേട്ട് വന്ന് അവർ ഫിലിപ്പിയിൽ സുവിശേഷം അറിയിച്ച് ആദ്യമായിട്ട് യൂറോപ്പിൽ സുവിശേഷം അനുസരിച്ച് രക്ഷിക്കപ്പെട്ടതായ സ്ത്രീയുടെ അവളുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടായി. ആ പരിവർത്തനം അവളുടെ വീട് തുറന്നു കൊടുക്കുന്നതിനും ആ വീട് പിൽക്കാലത്ത് ഒരു ദൈവസഭയായിട്ട് മാറുന്നതിനും ഇടയായി തീർന്നു. മാത്രമല്ല, അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണുന്നുവെങ്കിൽ, കർത്താവ് എന്ത് ചെയ്തു? അവളുടെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. നമ്മൾ പറയുകയാണ്, കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുവീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു.
നോക്ക്, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അവനെ നേരായ പാതയിൽ കൊണ്ടുവന്ന് ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ച് കഴിയുമ്പോൾ ആ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയോടും ആ വ്യക്തി പ്രതിദാനം ചെയ്യുന്ന സഭയോടും ഒക്കെയുള്ള ഒരു കൂറ് ഈ വിശ്വാസിക്കുണ്ടായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത്. അവൾ നിർബന്ധിക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു. ലുദിയ അവളുടെ വീടിൻ്റെ വാതിൽ വിശുദ്ധന്മാർക്കായി തുറന്നു. അങ്ങനെ മിഷണറിമാർ ഭവനത്തിലേക്ക് ഔപചാരികമായി ക്ഷണിച്ചത് മാത്രമല്ല, അവരെ നിർബന്ധിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ബന്ധത്തിൽ എമ്മൗസ് ഗ്രാമത്തിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ കാര്യം നമുക്ക് ഓർമ്മയിൽ വരികയാണ്. അപ്പം ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെയ്യുന്നു എന്ന് ലൂക്കോസ് 24-ന്റെ 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിനെ നിർബന്ധിച്ചതുകൊണ്ട് ഭവനക്കാർക്ക് പ്രയോജനവും അനുഗ്രഹവും ഉണ്ടായി. അത് ഈ എമ്മോസിലെ ശിഷ്യന്മാർക്കും ഉണ്ടായി, ലുദിയയുടെ കുടുംബത്തിലുണ്ടായി. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, കാനാവിലെ ആ കല്യാണ വീടാണ്. കർത്താവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചതുകൊണ്ട് എന്തുമാത്രം പ്രയോജനമുണ്ടായി. കർത്താവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചതുകൊണ്ട് അവിടെ അവരുടെ കുറവുകളെല്ലാം പരിഹരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു സംഭവം നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നോക്കുക. കർത്താവിനെയും ശിഷ്യന്മാരെയും ബഥാനിയയിലെ ആ കൊച്ചു വീട്ടിൽ അതിഥികളായി സ്വീകരിച്ച് സൽക്കരിച്ചതിന് ഫലമായി നഷ്ടപ്പെട്ട ജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശുക്രിസ്തു ആർക്കും ഒരിക്കലും കടക്കാരനല്ല. അവൻ എല്ലാവർക്കും എന്നും നല്ലവനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും നല്ലവനാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. സങ്കീർത്തനക്കാരൻ അതാണല്ലോ പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചെറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതുകൊണ്ട് യഹോവ എല്ലാവർക്കും നല്ലവനാണ്. എബ്രായലേഖനക്കാരൻ പറയാണ്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വാഗതം ചെയ്യാതിരിക്കുന്നത് നിർഭാഗ്യത്തിൻ്റെ പാരമ്യം എന്നേ പറയണ്ടു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുവരെയും യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നാൽ എത്ര വ്യത്യാസമാണ്, എന്ത് മാറ്റമാണ് വരുന്നത്. യേശു എൻ്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നുവെന്നിൽ മാറ്റം വരണം. മാറ്റം വരുന്ന ജീവിതമാണ് യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് തിരുവെഴുത്തിൽ പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവ്വതും പുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ യൂറോപ്പിലെ ഒന്നാമതായിട്ട് വിശ്വാസത്തിലേക്ക് ലുദിയ വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത് 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള ഭാഗത്ത് അത് നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലൂസിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നാലെയും വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞ് നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയത് കണ്ടിട്ട് പൗലൂസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് വെച്ച് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ട് പോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ പെൺകുട്ടി തനിയെ കാര്യങ്ങൾ നടത്തുകയായിരുന്നില്ല. അവളുടെ മേലൊരു യജമാനന്മാരുണ്ടായിരുന്നു.
അവരുടെ ലാഭം പോയതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുവാനിടയായത്. അവൾക്ക് വ്യത്യാസം വന്നതിൻ്റെ അകത്ത് അവർക്ക് സന്തോഷമില്ല. കാരണം അവരുടെ ലാഭം പോയി എന്നുള്ളതാണ്. എപ്പോഴാണ് അത് മനുഷ്യർ പ്രയാസപ്പെടുന്നത്, ക്ഷുഭിതരായിത്തീരുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ലാഭം പോകുമ്പോഴാണ്. മറ്റൊരിടത്ത് പറഞ്ഞാൽ പോക്കറ്റിൻ്റെ കട്ടി കുറയുമ്പോഴാണ്, പോക്കറ്റിൽ ഒരുവൻ കൈയിടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരുടെ വരുമാനം നഷ്ടപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു, കർത്താവിനെ അറിയാനായിട്ട് ഇടയായി തീർന്നു. അത് എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇതിനോടുള്ള ബന്ധം നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു ആ ഗദരയിലെ ഒരു ഭൂതം ബാധിച്ചവന് സൗഖ്യം കൊടുത്തു. അവൻ്റെ ഭൂതം മാറി, അവനെന്ത് ചെയ്തു? അവൻ സുബോധം പ്രാപിച്ചു. എന്നാൽ 2000 പന്നികൾ നഷ്ടമായി തീരാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ നഷ്ടം അവർക്കുണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? അവർ യേശുവിനോട് എതിർപ്പെട്ടു എന്ന് വായിക്കുന്നു. അവനെ കണ്ടാറെ തങ്ങളുടെ അതിര് വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചതായിട്ടാണ് വായിക്കുന്നത്. മർക്കോസ് 5-ാം അധ്യായത്തിലും മത്തായി 28-ാം അധ്യായത്തിനും 34-ാമത്തെ വാക്യത്തിനും കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാക്കുന്നത് അവരുടെ ലാഭം പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ലയോ? എഫെസോസിൽ ഉണ്ടായ വലിയ കലഹത്തിൻ്റെ കാരണം എന്താണ്? ദമത്രിയോസ് എന്ന തട്ടാനും തൊഴിൽക്കാർക്കും അതുപോലെ സമ്പാദ്യത്തിൽ ഉണ്ടായ കുറവായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആ പ്രസ്തുത കലഹത്തിൻ്റെ കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവിടെ ദമത്രിയോസ് തട്ടാൻ എന്ത് ചെയ്തു? അവനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. അതുകൊണ്ട് പൗലോസ് ചിലരുടെ എന്ത് ചെയ്തു? സുവിശേഷം അറിയിച്ചപ്പോൾ അവിടെ വലിയ വ്യത്യാസം ഉണ്ടായി. ആ വ്യത്യാസം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ പണിക്ക് നഷ്ടം വരും, അവരുടെ വീട് പട്ടിണിയാകും, അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകും. അത് കണ്ടുകൊണ്ട് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട്, കലഹം ഉണ്ടാക്കാനായിട്ട് ദമത്രിയോസ് മുഖാന്തരം ഇടയായി. അങ്ങനെ ദമത്രിയോസ് എന്ന തട്ടിവിട്ട പ്രസംഗമാണ് പിന്നീട് വലിയ പ്രശ്നത്തിന് ഇടയായി തീർന്നത് എന്ന് ഓർക്കാൻ കഴിയും. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് ഈ ജയിലറിനെ കുറിച്ചാണ്. ആ ജയിലർ എന്ത് ചെയ്തു? ജയിലർ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. പൗലൂസിൻ്റെയും ശിലാസിൻ്റെയും അവരെന്ത് ചെയ്തു? അവർ പിടിച്ച് അകാരണമായിട്ട് എന്ത് ചെയ്തു? അടിപ്പിച്ച ശേഷം അവർ ജയിലിലിട്ടിരിക്കുകയാണ്. അങ്ങനെ അർദ്ധരാത്രി പൗലൂസും ശിലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. സഭകളെ ഉറപ്പിക്കുവാൻ ശിലാസും പൗലൂസും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവർ അടി കൊള്ളുവാൻ എന്ത് ചെയ്തു? അടി കൊള്ളാനും അവൻ പൗലൂസിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത്, ഈ പൗലൂസിനോട് കൂടെ ശീലാസ് എല്ലാ മേഖലകളിലും നമുക്ക് കാണാണ്ട് കഴിയും. സഭകളെ ഉറപ്പിക്കാനായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അടികൊള്ളാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് പൗലൂസിനോട് കൂടെ രാത്രിയിൽ എന്ത് ചെയ്തു? ജയിലിൽ പാട്ട് പാടാനുണ്ടായിരുന്നു. വേദനയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നതിനും പാട്ടുപാടുന്നതിനും ശീലാസ് പൗലൂസിനോട് കൂടെ ഉണ്ടായിരുന്നു. ശീലാസ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്പാൻ കൊള്ളാവുന്നവനാണ്, ഒരാദർശ സഹപ്രവർത്തകനായിരുന്നു. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്പാൻ കൊള്ളാവുന്നവനെ മാത്രമേ നമ്പാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരെ എന്ത് ചെയ്യും? നാം ഒരിക്കലും നമ്പാൻ പോകരുത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ ആപത്തിൽ കൈവിടുന്നവൻ, നമ്മളെ രോഗത്തിൽ കൈവിടുന്നവൻ, പ്രതികൂലങ്ങളിൽ നമ്മളെ കൈവിടുന്നവനെ നാം സഹപ്രവർത്തനാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ദുഃഖമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ പൗലൂസിന് മനസ്സിലായി ശീലാസ് വളരെ നമ്പാൻ കൊള്ളാവുന്ന ഒരു ആദർശ സഹപ്രവർത്തകനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവം രാത്രി എന്ത് ചെയ്തു? അവർ മുഖാന്തരം വളരെ ചേഞ്ച് ഉണ്ടായി. പാതിരാത്രിയിൽ അവർ സ്തോത്ര സംഗീതം പാടുകയാണ്. രാത്രിയിൽ സ്തോത്ര സംഗീതം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. നാം ഇയ്യോബിൻ്റെ പുസ്തകം 35:10-11 വായിക്കുമ്പോൾ, എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെ എന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൃഷ്ടാവായ ദൈവം വാസ്തവത്തിൽ ജയിലിൽ വന്നു. ആ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവരുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം വരുത്തി എന്ന് മാത്രമല്ല, അവൻ രക്ഷപ്പെടുന്നതിന് ഇടയായി തീർന്നു. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്
അത് ആ ജയിലർ ചോദിക്കുവാനിടയായി. കാരണം ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് അതെല്ലാം ജയിലുകളെല്ലാം തുറക്കാനിടയായി. അവർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. ആ ജയിലർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? പൗലോസും മറ്റുമൊക്കെ പറഞ്ഞു, നിങ്ങൾക്കൊരു ദോഷം ചെയ്യരുത്, ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോഴാണ് ചോദിച്ചത്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ആ കാരാഗ്രഹ പ്രമാണിയുടെ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം സ്പഷ്ടമാണ്. ആ വ്യക്തിക്ക് പാപബോധം ഉണ്ടായി. ദൈവത്തിന് മുമ്പാകെ താൻ പാപി എന്ന് സമ്മതിച്ചു. പാപത്തിൻ്റെ ഗൗരവവും ഭയങ്കരത്വവും കാരാഗ്രഹ പ്രമാണി നല്ലപോലെ മനസ്സിലാക്കി. പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് ന്യായവിധി ഉണ്ടെന്നും അനന്തരം നിത്യനരകം ഉണ്ടാകുമെന്നും ആ വലിയ ഉദ്യോഗസ്ഥന് ബോധ്യമായി. പ്രസ്തുത ന്യായവിധിയിൽ നിന്നും നരകവിധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെന്ന ആ ചിന്ത, ആ വാഞ്ച അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഉടലെടുത്താണ് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യം. ഏത് മനുഷ്യൻ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനമായ ചോദ്യമാണ് ഈ ചോദ്യം. വ്യക്തിപരമായ അവൻ്റെ കുറ്റബോധം, സ്പഷ്ടമായിട്ടുണ്ടായ ആ കുറ്റബോധം അവന് രക്ഷയിലേക്ക് വരുന്നതിനും അവൻ്റെ ആയുസ് നഷ്ടപ്പെടുത്താതെ അവന് നിത്യജീവൻ ലഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. കാരാഗ്രഹ പ്രമാണിയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഒരു പാപി കർത്താവായ യേശുവുള്ള വിശ്വാസം മൂലമാണ് രക്ഷ പ്രാപിക്കുന്നത്. രക്ഷയ്ക്ക് ക്രിസ്തു യേശുവുള്ള വിശ്വാസം മാത്രം മതി. വിശ്വാസത്തോടെ മറ്റൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. രക്ഷിക്കപ്പെടുവാൻ വിശ്വാസത്തോടെ മറ്റെന്തെങ്കിലും വേണമായിരുന്നെങ്കിൽ അക്കാര്യം പ്രസ്താവിക്കാൻ ഏറ്റവും പറ്റിയ ഒരു സന്ദർഭവുമായിരുന്നു അത്. രക്ഷയ്ക്കായി വാഞ്ചിക്കുന്ന ഒരുവന് കർത്താവിൻ്റെ ദാസന്മാർക്ക് എന്ത് ചെയ്തു? അപൂർണമായ ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. രക്ഷയുടെ ഉപദേശത്തിൽ ഒരിക്കലും ആ അസ്പഷ്ടത ഉണ്ടാകാനായിട്ട് എന്തില്ല, പാടില്ലല്ലോ. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ വിശ്വാസത്തോടെ മറ്റേതെങ്കിലും വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്താൽ അത് മറ്റൊരു സുവിശേഷമാകും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷം കേട്ടിട്ട് മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ മേൽ പൗലോസ് കഠിന ശാപം ഉച്ചരിക്കുന്നു എന്ന് ഗലാത്യർ 1-ാം അധ്യായം പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ഉപദേശിച്ചതിന് വിരുദ്ധമായിട്ട് വാനവനെങ്കിലും ആ ദൂതൻ ശപിക്കപ്പെട്ടവനാണ്. നമ്മൾ പാടാറുണ്ടല്ലേ, ചില സഭകളൊക്കെ അത് പാടാറുണ്ട്. അതുകൊണ്ട് താൻ ഏൽക്കും സഭയിൽ നിന്നാണ്. അതുകൊണ്ട് ന്യായവിധി എന്തുണ്ട്? ഏൽക്കും. എങ്ങനെ? ഈ നിർമ്മലമായ സുവിശേഷം കേട്ടിട്ട് അതിന് വിരുദ്ധമായിട്ട് ചിലതും കൂടെ ചെയ്ത് സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റുകയുള്ളത് പഠിപ്പിക്കുന്ന ആ പഠനത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ടാൽ പൗലോസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. പൗലോസും ശീലാസും എന്ത് ചെയ്തു? ആ കാരാഗ്രഹപ്രമാണിയോട് അവൻ്റെ വസതിയുള്ള എല്ലാവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെന്ത് ചെയ്തു? രാത്രിയിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി. അവർ രക്ഷിക്കപ്പെട്ട ആ പ്രിയപ്പെട്ടവരുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് അവർ സ്നാനപ്പെട്ട് അവർ കർത്താവിൻ്റെ സഭയോട് ചേരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് അവരുടെ രണ്ടാമത്തെ സുവിശേഷ പ്രഘോഷണത്തിൽ, അതുപോലെ പ്രയാണത്തിൽ, അവരുടെ യാത്രയിൽ സംഭവിച്ച 3 അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് മുൻപോട്ട് ചിന്തിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേട്ടിട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ നല്ല അവസരമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഉയർന്ന വ്യാപാരം ചെയ്യുന്നവരായിരിക്കാം, ഏറ്റവും റിച്ചായിരിക്കുന്ന ഫാമിലിയിൽപ്പെട്ടവരായിരിക്കാം. എന്നാൽ ദൈവത്തിന് ഒന്നും ഒരു വിഷയമല്ല. നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിങ്ങളുടേതായ ശാരീരിക മാനസികമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്, ഏതെങ്കിലും ദുരാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ കടന്നു പോകുന്നവരാണ്, നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കും. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജയിൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണോ? നിങ്ങൾ ഒരു ജയിലറാണോ? നിങ്ങൾ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരാണോ? ഉപദ്രവിക്കുന്നവരാണോ? നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നുള്ളതായ ആ സുവാർത്ത പൗലോസും ശീലാസും പറഞ്ഞു. അവർ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. ആരെങ്കിലും ഈ സന്ദേശം കേട്ടിട്ട് ഇനിയും രക്ഷിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ
ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു നല്ല അവസരം നഷ്ടപ്പെടുത്താതെ കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ രക്ഷ പ്രാപിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.